ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാത്തമാറ്റിക്സ് ലാബ് എക്സാമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ തന്നെ ഈ വർഷം ആദ്യമായി മാത്തമാറ്റിക്സ് ലാബ് എക്സാം ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഈ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ എക്സാം എഴുതുന്ന ആദ്യത്തെ ബാച്ച് നിങ്ങളുടേതായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ കയ്യിൽ കിട്ടുമായിരുന്നു. അതിൽ നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് ടീച്ചേഴ്സ് ടിക്ക് മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. അത് നോക്കിയാണ് നിങ്ങൾ ഓരോരുത്തരും ഉത്തരങ്ങൾ എഴുതിയിരുന്നത്. എന്നാൽ ഈ വർഷം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്നുണ്ടാവുക. മാത്സ് ലാബ് എക്സാമിന് ആകെ അനുവദിച്ചിട്ടുള്ള സമയം 3 മണിക്കൂറാണ്. ആകെയുള്ള മാർക്ക് 40 മാർക്കാണ്. ഇതിൽ 32 മാർക്കാണ് എക്സാമിനേഷൻ മാർക്കായിട്ട് സ്കോർ ചെയ്യേണ്ടത്. 4 മാർക്ക് വൈവ, 4 മാർക്ക് പ്രാക്ടിക്കൽ റെക്കോർഡ്, അങ്ങനെ ആകെ 40 മാർക്ക്. 10ൽ കൂടുതൽ ലാബ് ആക്ടിവിറ്റീസ് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ടെങ്കിലും കൂടി അത് മുഴുവനും നമ്മൾ ലാബ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടതില്ല. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ള ആ ലാബ് ആക്ടിവിറ്റീസ് മാത്രം പഠിച്ചാൽ മതിയാകും. +1 സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 4 ലാബും അതുപോലെ തന്നെ +2 സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 4 ലാബും, അങ്ങനെ ആകെ 8 ലാബാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ നിന്ന് എക്സാമിനേഷന് വേണ്ടിയിട്ട് വരുന്നത് 6 ലാബാണ്. എക്സാമിനേഷന് 6 ലാബ് ക്വസ്റ്റ്യൻസ് വരും. അതിൽ നിന്ന് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് 4 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഓരോ ക്വസ്റ്റ്യനും 8 മാർക്ക് വീതം, അങ്ങനെ 8 4 32 മാർക്കാണ് എക്സാമിനേഷന് നിങ്ങൾക്ക് ലഭിക്കുക. ഈ 32 മാർക്കിനോട് കൂടിയിട്ട് 4 മാർക്ക് വൈവയുടെ മാർക്കും അതുപോലെ തന്നെ 4 മാർക്ക് നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡിൻ്റെ മാർക്കും കൂടി കൂട്ടി ആകെ 40 മാർക്കാണ് മാത്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ മാർക്കായിട്ട് വരുന്നത്. ഈ 8 ലാബുകൾ ഏതൊക്കെയെന്ന് നിങ്ങളുടെ ടീച്ചേഴ്സിന് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് പറയുന്ന ലാബ് മാത്രം നിങ്ങൾ പഠിക്കുക. ഓരോ ലാബും ഓരോ നമ്പർ വെച്ചാണ് നമ്മൾ പറയുന്നത്. ലാബ് 1, ലാബ് 2, ലാബ് 4 എന്നിങ്ങനെ ഓരോ നമ്പർ ഉപയോഗിച്ചാണ് ഓരോ ലാബും നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. എക്സാമിനേഷൻ്റെ മുന്നേ ആയിട്ട് ഈ 8 ലാബുകളായിരിക്കും നിങ്ങളുടെ ടീച്ചേഴ്സ് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നുണ്ടാവുക. അതിൽ നിന്ന് കമ്പ്യൂട്ടർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 6 ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. 8 ലാബ് ഒരുമിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ 6 എണ്ണമെങ്കിലും നിർബന്ധമായിട്ടും പഠിക്കുക. 6 എണ്ണം പഠിക്കുമ്പോൾ അതിൽ നിന്ന് 4 എണ്ണം നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഇനി ഈ 8 ലാബ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ 6 ലാബ് ആക്ടിവിറ്റീസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ ലാബ് ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇല്ലെങ്കിൽ പുറത്തു നിന്നും വന്നിട്ടുള്ള എക്സാമിനർ നിങ്ങളോട് ചോദിക്കുന്ന വൈവ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്താൽ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നത് ഏത് ലാബ് ആണോ, ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ലാബ് 4 ആണെന്നുണ്ടെങ്കിൽ ആ ലാബ് 4നെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തെല്ലാം രീതിയിൽ വൈവ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ആ രീതിയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഒരുവിധം നന്നായി വൃത്തിയായി കൃത്യസമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും പ്രാക്ടിക്കൽ റെക്കോർഡിൻ്റെ 4 മാർക്ക് കിട്ടുന്നതാണ്. ഇതേ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ മോഡൽ എക്സാമും നടത്തുന്നത്. അതിനു മുന്നേ ആയിട്ട് ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് ലാബിൽ വെച്ച് ഈ ഉള്ള സോഫ്റ്റ്വെയറിനെ ടീച്ചേഴ്സ് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഇനി മറ്റൊരു കാര്യം, ഈ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതെങ്കിലും കൂടി നിങ്ങളുടെ ഫൈൻഡിങ്സ് എല്ലാം നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ തന്നെയാണ്. വീട്ടിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ മറ്റോ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള 8 ലാബ്സും കഴിയുമെങ്കിൽ 8 ലാബ്സും ഇല്ലെങ്കിൽ 6 ലാബ്സ് എങ്കിലും ഒരു തവണയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഇല്ല, നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയെങ്കിലും ജിയോജിബ്ര എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻപുട്ടിൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് അതുപോലെ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. മൊബൈൽ വഴി ജിയോജിബ്ര ആപ്പ് തുറന്നു നോക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ കിടക്കുന്നത് പോലെ ആയിരിക്കില്ല മെനു ബാർ, ടൂൾ ബാർ ഇതെല്ലാം കിടക്കുന്നുണ്ടാവുക. അതെല്ലാം ഡിഫറെൻറ്റ് പൊസിഷനിലാണെങ്കിലും കൂടി എല്ലാ ഐക്കൺസും അതിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻപുട്ട് ബാർ എല്ലതും അതിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപയോഗിച്ച് 1-2 തവണ പ്രാക്ടീസ് ചെയ്യുക എക്സാമിനേഷന് മുന്നേ ആയിട്ട്. അതെല്ലാം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ക്ലാസ്സസ് 1-2 തവണയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല. നിങ്ങൾക്കൊരു തവണ കൂടി ചെയ്ത് നോക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് മൊബൈൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്.
വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്